നിങ്ങളിപ്പോൾ ഒരു പുതിയ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ടൈമാണിപ്പോൾ. കാരണം ജി.എസ്.ടിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഒരുപാട് വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ഏതൊക്കെ ബ്രാൻഡുകൾക്ക് ഏതൊക്കെ കാറുകൾക്ക് എത്ര രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ജനപ്രിയ ബ്രാൻഡായ മാരുതി സുസുക്കിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഈ പറയുന്ന റേറ്റുകളെല്ലാം കുറയുന്നത് ഷോറൂം പ്രൈസിൽ നിന്നാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓരോ കാറിന്റെ മോഡലുകളും അതിൽ നിന്ന് എത്രയാണ് കുറയുക എന്നുകൂടിയാണ് ഞാനിതിൽ പറയുന്നത്. എസ്പ്രസോ 1,29,000 രൂപ കുറയും. അൾട്ടോ കേട്ടൻ 1,07,000 രൂപ. സെലേരിയോ 94,000 രൂപ. വാഗണർ 79,600 രൂപ. ഇഗ്നിസിന് 71,300 രൂപ. സ്വിഫ്റ്റിന് 84,600 രൂപ. ബലെനോയ്ക്ക് 86,100 രൂപ. സ്വിഫ്റ്റ് ഡിസയറിന് 87,700 രൂപ. ഫ്രോങ്സിന് 1,12,000 രൂപ. ബ്രസയ്ക്ക് 1,12,000 രൂപ. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 1,07,000 രൂപ. ജിംനിക്ക് 51,900 രൂപ. എർട്ടിഗയ്ക്ക് 46,400 രൂപ. എക്സൽ 6ന് 52,000 രൂപ. ഇൻവിക്ടോന് 61,700 രൂപയും ഇക്കോയ്ക്ക് 68,000 രൂപയാണ് മാരുതിയിൽ വന്ന കുറവുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാറ്റയുടെ കാര്യമാണ് നോക്കുന്നത്. ടാറ്റയിൽ ടിയാഗോക്ക് 75,000 രൂപ കുറഞ്ഞു. ടൈഗോറിന് 80,000 രൂപ കുറഞ്ഞു. ആൾട്രോസിന് 1,10,000 രൂപ കുറഞ്ഞു. നെക്സോണിന് 1,55,000 രൂപ. കെർവിന് 65,000 രൂപ. ഹാരിയറിന് 1,40,000 രൂപ. സഫാരിക്ക് 1,45,000 രൂപ. ഇതൊക്കെയാണ് ടാറ്റയിൽ വന്ന കുറവുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഇനി മഹീന്ദ്രയുടെ കാര്യമാണ് നോക്കുന്നത്. ബൊലോറോ ഓർ ബൊലോറോ നിയോ അതിന് 1,27,000 രൂപയാണ് കുറച്ചിട്ടുള്ളത്. XUV 3XO പെട്രോളിന് 1,40,000 രൂപയും ഡീസൽ വേരിയന്റിന് 1,56,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. താർ 2 വീൽ ഡ്രൈവിന് 1,30,000 രൂപയും 4 വീൽ ഡ്രൈവിന് 1,01,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും. സ്കോർപിയോ ക്ലാസിക്കിന് 1,01,000 രൂപയും സ്കോർപിയോ എന്നിന് 1,45,000 രൂപയും. താർ റോക്സിന് 1,33,000 രൂപ. XUV 700ക്ക് 1,43,000 രൂപയാണ് മഹീന്ദ്രയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസിന് 73,808 രൂപ. ഓറയ്ക്ക് 78,465 രൂപ. എക്സ്റ്ററിന് 89,209 രൂപ. i20ക്ക് 98,053 രൂപ. i20 എൻലൈനിന് 1,08,000 രൂപ. പിന്നെയുള്ളത് വെന്യൂ ആണ്. വെന്യൂവിന് 1,24,000 രൂപ കുറഞ്ഞു. വെന്യൂ എൻലൈന് 1,19,000 രൂപ. പിന്നെയുള്ളത് വെർണക്ക് 60,640 രൂപയും ക്രെറ്റയ്ക്ക് 72,145 രൂപയും. ക്രെറ്റയുടെ എൻലൈൻ എന്ന വേരിയന്റിന് 71,762 രൂപയും അൾക്കസാറിന് 75,376 രൂപയുമാണുള്ളത്. പിന്നെ ട്യൂസോണ് 2,40,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൊയോട്ടയുടെ കാര്യം നോക്കാം. ടൊയോട്ടയിൽ ഗ്ലാൻസയ്ക്ക് 85,300 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. നമ്മളെ ബലേനോയുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ മാരുതി ബലേനോയുടെ കാര്യം നോക്കുമ്പോൾ 86,001. ഇനി നമുക്ക് ടൊയോട്ട നോക്കാം. ടൊയോട്ടയിൽ ഗ്ലാൻസയ്ക്ക് 85,300 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബലാനോയുടെ കാര്യം നോക്കുമ്പോൾ 86,100 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ടൈസർ എന്ന് പറയുമ്പോൾ 1,11,000 രൂപ കുറഞ്ഞു. നമ്മൾ മാരുതിയിൽ വരുമ്പോൾ അത് ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് 1,12,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിയോൺ ആണ്. 48,700 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എർട്ടിഗയുടെ അതൊരു അടുത്ത വേർഷൻ ആണത്. പിന്നെ ഹൈ റൈഡർ 65,400 രൂപ കുറഞ്ഞു. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് എത്രയാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 1,07,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹൈ റൈഡറിന് 65,400 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇന്നോവ ക്രിസ്റ്റ 1,81,000 രൂപ കുറഞ്ഞു. ഇന്നോവ ഹൈക്രോസ് 1,16,000 രൂപ കുറഞ്ഞിട്ടുള്ളത്. ഇന്നോവ ഹൈക്രോസ് നോക്കുന്ന സമയത്ത് നമുക്ക് മാരുതിയുടെ ഇൻവിക്ടോ കൂടി നോക്കണം. ഇൻവിക്ടോക്ക് 61,700 രൂപ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഹൈക്രോസിനാണ് കൂടുതലായിട്ട് റേറ്റ് കുറഞ്ഞിട്ടുള്ളത്. 1,16,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഫോർച്യൂണർ 3,49,000 രൂപ കുറഞ്ഞു. ഫോർച്യൂണർ ലെജൻഡർ എന്ന മോഡലിന് 3,34,000 രൂപ കുറഞ്ഞു. ഹൈലക്സിന് 2,53,000 രൂപയും ക്യാമറിക്ക് 1,02,000 രൂപയും കുറഞ്ഞു. അവസാനമായി ഏറ്റവും പ്രീമിയം മോഡലായിട്ടുള്ള വെൽഫെയറിന് 2,78,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി റെനോയുടെ കാര്യം നോക്കുന്ന സമയത്ത് ക്വിഡിന് 55,095 രൂപ കുറഞ്ഞു. കൈഗറിന് 96,395 രൂപ കുറഞ്ഞു. ട്രൈബറിന് 80,195 രൂപ ആണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി സ്കോഡയുടെ കാര്യം നോക്കുമ്പോൾ കുഷാക്കിന് 66,000 രൂപ കുറഞ്ഞു. സ്ലാവിയക്ക് 63,000 രൂപ കുറഞ്ഞു. കോഡിയാക്കിന് 3,30,000 രൂപ കുറഞ്ഞു. നിസാന്റെ ആ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ, മാഗ്നൈറ്റ് ആണ്. അതിന് 1,00,000 വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കിയയുടെ നോക്കാം. കിയയിൽ സോണറ്റിന് 1,65,000 രൂപയും സൈറോസിന് 1,86,000 രൂപയും
സെൽട്ടോസിന് 75,372 രൂപയും കാരൻസിന് 48,513 രൂപ, കാരൻസ് ക്ലാവിസ് എന്ന ഒരു പുതിയ ഇറങ്ങിയ മോഡലിന് 78,674 രൂപ, കാർണിവലിന് 4,49,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. കാർണിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വലിയ പ്രീമിയം മോഡലുള്ള സ്ലൈഡിംഗ് ഡോറൊക്കെ വരുന്ന ആ ഒരു മോഡലാണ്. സോ അതിന് കാർണിവലിന് 4,49,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി എം ജിയുടെ കാര്യം നോക്കുന്ന സമയത്ത് ആസ്റ്ററിന് 54,000 രൂപയും ഹെക്ടറിന് 1,49,000 രൂപയും ഗ്ലോസ്റ്ററിന് 3,04,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ജീപ്പ് എന്ന ബ്രാൻഡിന്റെ മോഡൽ നോക്കുന്ന സമയത്ത് കോമ്പസിന് 2,16,000 രൂപയും മെറീഡിയന് 2,47,000 രൂപയും ബ്രാംഗ്ലറിന് 4,84,000 രൂപയും ഗ്രാൻഡ് ചെറോക്കെ അതിന് 4,50,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ വോൾവോയുടെ കാര്യം നോക്കുമ്പോൾ XC60ക്കും XC90ക്കുമാണ് കുറഞ്ഞിട്ടുള്ളത്. XC60യും XC90യും SUV ടൈപ്പ് മോഡലാണ്. XC60ക്ക് 4,79,000 രൂപയും XC90ക്ക് 6,93,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ജാഗർ ആൻഡ് ലാൻഡ് റോവർ ആണുള്ളത്. അതിൽ റേഞ്ച് റോവർ എന്ന മോഡലിന് 30,40,000 രൂപയും ഡിഫൻഡറിന് 18,60,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ലക്ഷറി കാറാണ് ഡിഫൻഡർ എന്ന് പറയുന്നത്. ഡിഫൻഡർ ഏകദേശം 18,60,000 രൂപയാണ് വന്നത്. ഡിസ്കവറി എന്ന മോഡലിന് 9,90,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മെഴ്സിഡീസ് ബെൻസിന്റെ കാര്യം നോക്കുമ്പോൾ A200Dക്ക് 2,60,000 രൂപയും C300ന് 3,70,000 രൂപയും എസ് ക്ലാസിന് 11 ലക്ഷവും GLA എന്ന മോഡലിന് 3,80,000 രൂപയും GLC എന്ന മോഡലിന് 5,30,000 രൂപയും GLS എന്ന മോഡലിന് 10 ലക്ഷം രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. GLEക്ക് 8 ലക്ഷവും ഇ ക്ലാസ് LWBക്ക് 5,20,000 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. സോ മെഴ്സിഡീസ് ബെൻസിൽ ഇത്രയും മോഡൽസിലാണ് റേറ്റ് കുറഞ്ഞിട്ടുള്ളത്. ഇനി ഓഡിയുടെ കാര്യം നോക്കുന്ന സമയത്ത് A4ന് 2,64,000 രൂപ, A6ന് 3,64,000 രൂപ, Q3ക്ക് 3,07,000 രൂപ, Q5ന് 4,55,000 രൂപ, Q7ന് 6,15,000 രൂപ, Q8ന് 7,83,000 രൂപ. ബോഡിയിൽ ഇത്രയും കാര്യങ്ങളാണ് കുറവ് വന്നിട്ടുള്ളത്. ഇനി BMW കാര്യം നോക്കുന്ന സമയത്ത് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയ്ക്ക് 1,60,000 രൂപയും 3 സീരീസ് LWBക്ക് 3,40,000 രൂപയും. ഈ LW എന്ന് പറയുന്നത് ലോങ് വീൽ ബേസ് എന്നാണ് കേട്ടോ. 5 സീരീസ് ലോങ് വീൽ ബേസിന് വരുന്നത് 4,10,000 രൂപയും. ഇനി SUV മോഡലായിട്ടുള്ള X1ന് 1,80,000 രൂപയും X5ന് 6,60,000 രൂപയും X7ന് 8,90,000 രൂപയാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ആ റിഡക്ഷൻ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മിനി കൂപ്പറിന്റെ കാര്യം നോക്കുന്ന സമയത്ത്, അതായത് മിനി കൂപ്പർ എന്ന് പറയുന്നത് ആ BMW ഒരു സബ് ബ്രാൻഡ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. മിനി കൂപ്പറിന്റെ കൂപ്പർ എസ് എന്ന മോഡലിന് 3 ലക്ഷം രൂപയാണ് കുറവ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് GSTയിൽ വന്ന മാറ്റങ്ങൾ കാരണം വാഹനങ്ങൾക്ക് വന്നിട്ടുള്ള റേറ്റിലെ കുറവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഷോറൂമിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് എക്സാക്ട് എമൗണ്ട് കിട്ടും. അപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് 22-ാം തീയതി മുതലാണ് അപ്ലിക്കബിൾ ആവുക. അതായത് നാളെ 22/9/2025 മുതലാണ് ഉണ്ടാവുക. അപ്പോൾ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താക്കാം, ഇപ്പൊ കാർ എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും സൈനിങ് ഔട്ട് ഫ്രം അദ്നു ഡ്രൈവ്സ്.